അയ്യപ്പ ശരണം. ശ്രീ ജഗദംബികായേ നമ. നമുക്ക് ഗംഗയുടെയും സരസ്വതിയുടെയും ഒക്കെ മഹാലക്ഷ്മിയുടെ ഒക്കെ ശാപത്തിന്റെ കാര്യകാരണങ്ങളാണ് വിശദീകരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താ അവർ പറയുന്നത്, എന്താ കാരണം നമുക്കും അറിയണ്ടേ. അങ്ങനെ ഭഗവാൻ പറഞ്ഞല്ലോ. അന്നേരം ഭഗവാന്റെ പത്നിമാരായ 3 പേരും പൊട്ടിക്കരഞ്ഞു എന്ന് പറയുന്നു. പണ്ട് നമുക്കറിയില്ല സരസ്വതി ഭഗവാന്റെ ഭാര്യയാണെന്നുള്ളതൊന്നും. പൊട്ടിക്കരഞ്ഞോണ്ട് അവര് ആശ്ലേഷിച്ചു എന്നാ പറയുന്നത്. സങ്കടമെല്ലാം കഴുകിക്കളഞ്ഞു അവര്. പിന്നീട് കണ്ണുനീർ വാർത്തുകൊണ്ട് സരസ്വതി ഭഗവാനോട് പറഞ്ഞു, പ്രഭു, പതിവ് ഉപേക്ഷിച്ച പത്നിയുടെ ജീവിതം ദുസ്സഹം തന്നെയല്ലേ. ശാപമോക്ഷം ലഭിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം ഭൂമിയിൽ ഉപേക്ഷിക്കും, അത് തീർച്ചയാണ്. പിന്നീട് ഗംഗ പറയുന്നു, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ഉപേക്ഷിച്ചത് ഭഗവാനെ? ഞാൻ നിശ്ചയമായും എൻ്റെ ജീവൻ ത്യജിക്കുന്ന ഗംഗയും പറയാൻ തുടങ്ങി. ഒരു ദോഷവും ചെയ്യാതെ എന്നെ കൊന്ന പാപം അങ്ങ് അനുഭവിക്കേണ്ടി വരുന്ന ഭീഷണി. അങ്ങ് ജഗദ്ഗുരുവാണെങ്കിൽ എൻ്റെ മരണത്തിന് കാരണക്കാരനായി അങ്ങേക്ക് നരകത്തിൽ പോകേണ്ടി വരുന്നത് എന്തെന്നാണ് ഭഗവാനോട് ഇങ്ങനെയൊക്കെ പറയാവോ? അപ്പൊ പത്മജാദേവി പറയുന്നു, സത്വഗുണപ്രധാനിയായ അങ്ങക്ക് കോപം വരാൻ കാരണം എന്താണ്? സാത്വികന്മാർക്ക് ഭൂഷണം ക്ഷമയല്ലേ, അങ്ങക്ക് ക്ഷമേന്റെ മൂർത്തീഭാവമല്ലേ അങ്ങ്? ഞാൻ ഭാരതത്തിൽ നദിയായി ജനിക്കാൻ പോവുകയാണ്. എന്നിൽ സ്നാനം ചെയ്യുന്നവരുടെ പാപങ്ങൾ എന്നിൽ ഏൽക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണ് ശാപമോക്ഷം കിട്ടുക ഭഗവാനെ? തുളസിയായും ധർമ്മധ്വജന്റെ മകളുമായി ജനിക്കുന്ന ഞാൻ എങ്ങനെയാണ് അവിടുത്തെ തൃക്കാൽക്കൽ എത്തുക? ഞാൻ വൃക്ഷമായി തീർന്നുകൊള്ളാം, എന്നാൽ ഞാൻ എപ്പോഴാണ് അവിടുത്തെ സവിധത്തിൽ വന്നു ചേരുക എന്നൊക്കെ പത്മജാദേവി, അതായത് മഹാലക്ഷ്മി, ചോദിച്ചു കരയാൻ തുടങ്ങി. അപ്പൊ സരസ്വതിയുടെ ശാപത്താൽ ഗംഗാദേവി ഭാരതത്തിൽ ഒഴുകുകയാണെങ്കിൽ പിന്നീട് എപ്പോഴാണ് അങ്ങയുടെ സമീപം അണയുക എന്ന് ചോദിച്ചു. അതേപോലെ ഗംഗയുടെ ശാപത്താൽ സരസ്വതിക്കും എന്നാണ് ശാപമോക്ഷം കിട്ടുക എന്ന് ചോദിച്ചു. അവിടുത്തെ കാൽത്തൽ സേവിക്കാൻ സാധിക്കുക? വാണീദേവി ബ്രഹ്മാവിന്റെ അടുത്തേക്കും ഗംഗ ശിവന്റെ അടുത്തേക്കും പോകട്ടെ എന്ന് അങ്ങ് പറഞ്ഞുവല്ലോ, ആ തീരുമാനം മാറ്റണേ എന്ന് പറഞ്ഞ് പത്മജാദേവി പൊട്ടിക്കരയാൻ തുടങ്ങി. ഭഗവാന്റെ അമ്മയെ മാറോടണച്ച ഇപ്രകാരം പറഞ്ഞു, മഹാലക്ഷ്മി, ഞാൻ നിന്റെ വാക്കും എൻ്റെ വാക്കും സത്യമാക്കുന്നുണ്ട് കേട്ടോ. പേടിക്കണ്ട, സങ്കടപ്പെടണ്ട. സരസ്വതി പുണ്യനദിയായി ഭൂമിയിൽ ഒഴുകട്ടെ. അർദ്ധാംശം ബ്രഹ്മദേവന്റെ ഗൃഹത്തിലും പൂർണ്ണാംശം എൻ്റെ ഗൃഹമായ വൈകുണ്ഠത്തിലും വാഴട്ടെ. ഗംഗാനദിയെ ഭഗീരഥൻ ഭാരതത്തെ ശുദ്ധീകരിക്കാനായി ഭൂമിയിലേക്ക് കൊണ്ടുപോകും. പൂർണ്ണാംശമായി ഇവിടെ തന്നെ വാഴുകയും ചെയ്യും. ചന്ദ്രകലാചൂടന്റെ മൗലികയിലിരുന്ന ദേവി കൂടുതൽ പരിശുദ്ധിയാവുകയും ചെയ്യും. പത്മജേ, നീ കലാംശം കൊണ്ട് പത്മാവതി നദിയായും ഭാരതത്തെ തുളസി വൃക്ഷമായും ജനിക്കുക. കലിവർഷം അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് മോക്ഷം ലഭിച്ച് എന്റെ സമീപം അടയുവാൻ സാധിക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ഭഗവാൻ 3 പേരോടും പറഞ്ഞത്. എന്റെ ഭക്തന്മാർ ആ പുണ്യനദിയിൽ സ്നാനം ചെയ്യുമ്പോൾ അവർക്ക് പാപമുക്തി ലഭിക്കുന്നതോടൊപ്പം നിങ്ങൾക്കും പാപമുക്തി ലഭിക്കും. അവരുടെ പാപം നിങ്ങളില് നിറഞ്ഞു നിങ്ങള് പാപം ഏൽക്കുന്നവരാവൂല. പാപം നിങ്ങൾക്കും ഇല്ലാതാവുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞു. ഭാരതത്തിൽ ഒട്ടനവധി പുണ്യനദികളുണ്ട്. അതിൽ സ്നാനം ചെയ്യുന്ന ഭക്തന്മാരൊക്കെ പുണ്യവാന്മാരായിട്ടുമുണ്ട്. ആ തീർത്ഥങ്ങളൊക്കെ പുണ്യതീർത്ഥങ്ങൾ തന്നെയാണ്. എത്ര തന്നെ പാപം ചെയ്തവരും ഏകാദശി തുടങ്ങിയ വ്രതങ്ങൾ നോൽക്കാത്തവരും ഈ തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്തവരെ സ്പർശിക്കുകയോ ചെയ്താൽ അവരുടെ പാപങ്ങളൊക്കെ നശിക്കും. സ്നാനം അത്ര മാത്രം മഹത്വം ഉണ്ടെന്ന് പറഞ്ഞു. ഭഗവാന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ മഹാലക്ഷ്മി ചോദിക്കുകയാണ്, ഭഗവാനെ, ആരെ കണ്ടാലാണോ മഹാഭാവികളും ഭക്തിയില്ലാത്തവരുമായ ജനങ്ങൾ ശുദ്ധരാകുന്നത്? ഏത് തരത്തിലുള്ള ആൾക്കാർ സ്നാനം ചെയ്താലാണോ നദികൾ പവിത്രമാകുന്നത്? അങ്ങനെയുള്ള ഭക്തന്മാരുടെ ലക്ഷണങ്ങൾ പറഞ്ഞു തരണേ. അപ്രകാരമുള്ള വിഷ്ണു ഭക്തന്മാരുടെ സ്പർശനം തന്നെ ഭാഗ്യം കൊണ്ടേ ലഭിക്കുകയുള്ളൂ. സജ്ജന സംഗമം തന്നെയാണ് ഏറ്റവും പരിശുദ്ധമായ തീർത്ഥസ്നാനം. ലക്ഷ്മീദേവിയുടെ വാക്കുകൾ കേട്ടപ്പോൾ രമാകാന്തൻ വളരെ ഗോപ്യ സ്വഭാവമുള്ള തത്വം ഉപദേശിക്കാൻ തുടങ്ങി. ഭക്തന്മാരുടെ ലക്ഷണം പുരാണങ്ങളിലും ശ്രുതികളിലും പറഞ്ഞിട്ടുണ്ട് ദേവി. അതെല്ലാവരോടും പറയുവാൻ പാടില്ല കേട്ടോ. നീ വളരെ ശുദ്ധയായതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം. ഗുരുമുഖത്തുനിന്ന് വിഷ്ണു മന്ത്രം മാറി കേൾക്കുന്നുവോ അവൻ ഉത്തമ പുരുഷനാണെന്ന് വേദം പറയണം. അവന്റെ ജനനം കൊണ്ട് 100 തലമുറ മുമ്പുള്ള പിതൃക്കൾ മുക്തരാവണം. ഏത് ജീവി ആയിക്കോട്ടെ അവൻ അവസാനം ഹരിപദം പ്രാപിക്കും. എന്റെ കഥാശ്രവണത്തിൽ ശ്രദ്ധയുള്ളവരുടെ ഹൃദയം പുളകം കൊണ്ട് നിർവൃതി അടയും. അവർക്ക് പുരുഷാർത്ഥങ്ങളൊന്നും വേണ്ട. അവൻ എന്റെ പരിചര്യ മാത്രം മതി. അവൻ
ഇന്ദ്രപട്ടമോ സ്വർഗപ്രാപ്തിയോ ഒന്നും ആഗ്രഹിക്കുന്നുമില്ല. എന്റെ കീർത്തനങ്ങളും പാടിയവൻ ഭക്തിയിൽ ലയിച്ചൊരു സംഘവുമില്ലാതെ ചരിക്കും. എന്നാൽ അങ്ങനെയുള്ള ഭക്തന്മാർ ദുർലഭമാണ് രമേ. ഭക്തന്മാരുടെ ലക്ഷണങ്ങൾ ഞാൻ വിവരിച്ചു തന്നു. ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് ദേവിമാരും അവിടെ നിന്ന് പോയി. ഭഗവാൻ വിഷ്ണു വൈകുണ്ഠത്തിൽ സൗഖ്യമായി വാണു എന്ന് ഉള്ള ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി തന്നതോടുകൂടി ശാപോദ്ധാര പ്രകാരം എന്ന 7-ാം അധ്യായം ഭഗവത്പാദങ്ങൾ സമർപ്പിച്ചു. ഇനി 8-ാം അധ്യായത്തിൽ എന്താ പറയണു? നദീരൂപത്തിൽ അവരുടെ ജനനം. ഈ ദേവിമാർ നദികളായിട്ടൊക്കെ ജനിച്ചില്ലേ? ഗംഗയുടെ ശാപത്താൽ വാണീദേവി ഭാരതത്തിൽ സരസ്വതീ നദിയായി ഭക്തന്മാരെ അനുഗ്രഹിച്ചുകൊണ്ട് ഒഴുകുകയാണ്. പൂർണ്ണാംശമായ വൈകുണ്ഠത്തിലും വാണു. ഭാരതത്തിൽ കൂടി ഒഴുകുന്നത് കൊണ്ട് ഭാരതി എന്നും, ബ്രഹ്മാവിന്റെ പത്നിയായതുകൊണ്ട് ബ്രാഹ്മിണി എന്നും പ്രസിദ്ധിച്ചു. വാക്കിന്റെ അധിഷ്ഠാന ദേവതയായതുകൊണ്ട് സരസ്വതി എന്ന നാമവും ലഭിച്ചു. ഭഗവാന് സരസ്വാൻ എന്നൊരു പേരുണ്ട്. അതുകൊണ്ടും ദേവിക്ക് സരസ്വതി എന്ന പേര് അന്വർത്ഥമാക്കി കേട്ടോ. ആ ദേവി സരസ്വതി തീർത്ഥത്തിൽ സ്നാനം ചെയ്യുന്നുണ്ട്. പാപങ്ങളെ ദഹിപ്പിക്കുന്നതിന് വേണ്ടി ജ്വലിക്കുന്ന അഗ്നിയായി സഞ്ചരിക്കുന്നു. ഭഗീരഥൻ ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചതിനാൽ ഗംഗയ്ക്ക് ഭാഗീരഥി എന്ന പേര് സിദ്ധിച്ചു. ഭൂമിയുടെ പ്രാർത്ഥന പ്രകാരം ഭഗീരഥനാണല്ലോ ഭൂമിയിലേക്ക് ഗംഗയെ കൊണ്ടുവന്നത്. അതുകൊണ്ടല്ലേ നമ്മൾ ഭഗീരഥ പ്രയത്നം തന്നെ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ആ രാജാവ് പകുതിക്ക് വെച്ച് നിർത്താതെ ആ തുടങ്ങിയ കാര്യം പൂർത്തിയാക്കിയത് കൊണ്ടാണ് ഗംഗാദേവി നമുക്കിന്ന് ലഭിച്ചതെന്ന് പറയാതിരിക്കാൻ വയ്യ. ഭൂമിയുടെ പ്രാർത്ഥന പ്രകാരം ഗംഗയുടെ അതിവേഗത്തെ തടഞ്ഞു നിർത്താൻ ശിവഭഗവാൻ ഗംഗയെ മൗലിയിൽ ധരിച്ചു. വാണീദേവിയുടെ ശാപത്താൽ പത്മജ ഹരിയുടെ കൂടെയും കലാംശയായി ഭാരതത്തിൽ തുളസിയായും ധർമ്മധ്വജന്റെ മകളായും ജനിച്ചു. 5000 വർഷം അവർ ഇവിടെ ഇപ്രകാരം കഴിയും. പിന്നീട് നദീരൂപം മാറി ആ ദേവിമാർ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോകും. ഹരിയുടെ ആജ്ഞ അനുസരിച്ച് വൃന്ദാവനത്തിലെയും കാശിയിലെയും തീർത്ഥങ്ങളൊഴിച്ച് മറ്റെല്ലാ തീർത്ഥങ്ങളും ആ ദേവിമാരോടുകൂടി വൈകുണ്ഠത്തിലേക്ക് പോകും. സജ്ജനങ്ങള് ശംഖം, പുരാണം, വേദം, വേദകർമ്മങ്ങള്, ജഗന്നാഥൻ, ശക്തി, സാളഗ്രാമം, ശ്രാദ്ധം, തർപ്പണം ഇവയൊക്കെ വൈകുണ്ഠത്തിലേക്ക് പോകും. ഭഗവാൻ പോകുമ്പോ എല്ലാം പോകും എന്നറിയുന്നത്. സജ്ജനങ്ങളൊക്കെ പോകും. ശംഖ് പോവും, പുരാണങ്ങൾ പോവും, വേദങ്ങൾ പോവും, വേദകർമ്മങ്ങൾ പോവും എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഭാരതത്തിൽ അധർമ്മവും അരാജകത്വവും നടമാണ്. ആയിട്ടില്ല കേട്ടോ. കുറേ കാലം കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കൂല, പേടിക്കണ്ട. പുരുഷന്മാർ സ്ത്രീകൾക്ക് അടിമകളാവും. അതിപ്പൊ തന്നെ അടിമകളായി തുടങ്ങിയില്ലേ. തുളസിയില്ലാതെ പൂജകൾ നടക്കും. അവർക്ക് പൈസ മാത്രം മതി, തുളസിയൊന്നും വേണ്ട. വർണ്ണാശ്രമ ആചാരങ്ങൾ പാലിക്കാതിരിക്കും. ഞാൻ ചെയ്യുന്നത് തന്നെയാണ് വർണ്ണാശ്രമം. പിന്നെ വേറെന്ത് വർണ്ണാശ്രമം എന്നാണ് ഭാവോരാക്കും. സ്വന്തം ശാസ്ത്രങ്ങൾ പാലിക്കാതെ പഠിക്കാതെ മറ്റുള്ളവരുടെ ശാസ്ത്രങ്ങൾ പഠിക്കാൻ ശ്രമിക്കും. ഭൂമിയിൽ സത്യത്തിന് സ്ഥാനമില്ലാതെയാവും. അതുകൊണ്ട് തന്നെ ധനധാന്യ സമൃദ്ധി നഷ്ടമാകും. നദീ തടാകങ്ങൾ വെള്ളമില്ലാതെയായിത്തീരും. ഭക്തന്മാർ നാസ്തികന്മാരായിത്തീരും. ജനങ്ങൾ അല്പായുസ്സുകളായും ജരാനരകൾ ബാധിച്ചവരുമായിത്തീരും. സ്ത്രീകളുടെ പാതിവൃത്യം നഷ്ടപ്പെടും. ബ്രഹ്മസ്വമായും ദേവസ്വമായുള്ള സ്വത്തുക്കൾ അപഹരിക്കും. പുരുഷന്മാരും സ്ത്രീകളും അഗമ്യരായവരെ ശ്രാവിക്കാൻ പാടില്ലാത്തവരെ. ഭർത്താവിനല്ലാതെ പരസ്ത്രീഗമനം, പരപുരുഷഗമനം ഒക്കെ നടക്കും എന്നാണ് പറയുന്നത്. കലിയുഗത്തിന്റെ അവസാനമാകുമ്പോൾ അപ്പോഴത്തേക്ക് നമ്മളൊന്നും ബാക്കി ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ പോകാനേ. ജനങ്ങൾ പഞ്ചയത്നങ്ങൾ ചെയ്യുകയില്ല. സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ജനങ്ങൾ ഭോഗലാലസരായിട്ടില്ല. ഇപ്പൊ തന്നെ ആയിട്ടുണ്ടെന്നാണ് ഒരുപാട് ആയിട്ടുണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നത്. ബ്രാഹ്മണർ യജ്ഞോപവീതം ധരിക്കുകയില്ല. ഈ ഇറച്ചിമീനും തിന്നുന്ന ബ്രാഹ്മണന്മാർക്ക് യജ്ഞോപവീതം വേണ്ടല്ലോ. ശൗച ആചമനങ്ങൾ ഇല്ലാതാവും. കലികാലത്തെല്ലാം വിപരീതമായി വന്നു ഭവിക്കും. 4 വർണ്ണങ്ങളിലുള്ളവരും ധനാഗ്രഹികളായി ഭാര്യയും പുത്രിമാരെയും വിൽപ്പനയ്ക്ക് ശ്രമിക്കും. പോരെ, പൈസ കിട്ടിയാൽ മതി. എന്റെ ഭാര്യ, എന്റെ പുത്രി, അങ്ങനെ ഒക്കെ ഇനിയും വന്ന് ഭവിക്കാനുണ്ടെന്നാണ് പറയുന്നത്. എന്ത് ചെയ്യും? ഈ കാലത്ത് വിഷ്ണുശസ്ത്ര എന്ന ബ്രാഹ്മണന്റെ മകനായി കൽക്കി അവതരിക്കും. നശിച്ച് നാഗാണക്കല്ല് പിടിച്ചു കഴിഞ്ഞിട്ടാകുമ്പോ കൽക്കി ആയിട്ട് ഭഗവാൻ അവതരിക്കും. ബലവാനായ കൽക്കി കുതിരപ്പുറത്ത് കയറി തന്റെ വാളുകൊണ്ട് മ്ലേച്ഛന്മാരെ 3 ദിവസം കൊണ്ട് നിഗ്രഹിക്കാൻ പറ്റാണ്. 3 ദിവസമേ വേണ്ടു. എല്ലാം കഴിച്ചിട്ട് പോകും. ആ സമയത്ത് ഭൂമിയിൽ അരാജകത്വം ഉണ്ടാവും.
ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാവും. ധര ശത്രുക്കൾക്ക് അധീനമാകും. ഈ സമയത്ത് 6 ദിവസം കഠിനമായ മഴ പെയ്ത് ഗൃഹങ്ങളും മരങ്ങളും മനുഷ്യരെല്ലാം ആ പ്രളയത്തിൽ നശിക്കും. നാരദ, പിന്നീട് 12 ആദിത്യന്മാർ ഉദിക്കും. അവരുടെ ചൂട് കൊണ്ട് ഭൂമി വരണ്ടു പോകും. ഒരു ആദിത്യന്റെ ചൂടൊന്നും സഹിക്കാൻ പറ്റണില്ല. അതിനുശേഷം കൃതയുഗം. അപ്പോൾ ജനങ്ങൾ തപസ് ചെയ്ത് ധർമ്മം നിലനിർത്തും. രാജാക്കന്മാരും ക്ഷത്രിയരും ധർമ്മത്തിൽ ചരിക്കുകയും ചെയ്യും. സ്ത്രീകൾ പതിവ്രതകളാകും. കൃതയുഗത്തിൽ അധർമ്മം ഉണ്ടാവുകയില്ല. ത്രേതായുഗത്തിൽ ധർമ്മത്തിന് 3 പാദങ്ങൾ ഉണ്ടായിരിക്കും. ദ്വാപരയുഗത്തിൽ ധർമ്മത്തിന് 2 കാലും, കലിയുഗത്തിൽ 1 പാദവുമായിരിക്കും ഉണ്ടാവുക. ഇതിന് ധർമ്മത്തിന്. പിന്നീട് ധർമ്മം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരാഴ്ചയിൽ 7 ദിവസങ്ങള്, 16 തിഥികള്, മാസങ്ങള് 12, ഋതുക്കൾ 6, പക്ഷങ്ങൾ 2, അയനങ്ങൾ 2, 4 യാമങ്ങൾ കൂടിയത് ഒരു പകല്, 4 യാമങ്ങൾ കൂടിയത് ഒരു രാത്രി, 30 ദിവസങ്ങൾ കൂടിയാൽ ഒരു മാസം. കാലസംഖ്യാവിധി പ്രകാരം വർഷങ്ങൾ 5 സംവത്സരം, പരിവത്സരം, ഇടാവത്സരം, അനുവത്സരം, ഇദ്വത്സരം. മനുഷ്യർക്ക് ഒരു വർഷം തികയുമ്പോൾ ദേവന്മാർക്ക് ഒരു രാപ്പകല് കഴിയും. മനുഷ്യർക്ക് 360 യുഗം കഴിയുമ്പോൾ ദേവന്മാർക്ക് ഒരു യുഗം കഴിയും. 71 ദേവയുഗം കഴിയുമ്പോൾ ഒരു മന്വന്തരം ദേവേന്ദ്രന്റെ ആയുസ്. ഇപ്രകാരം 28 ഇന്ദ്രന്മാരുടെ കാലമാണ് ബ്രഹ്മാവിന്റെ ഒരു ദിവസം. അങ്ങനെ 108 വർഷം കഴിയുമ്പോൾ ബ്രഹ്മാവ് നശിക്കും. ഏത് നമ്മുടെ എത്ര പറയേണ്ടത്? ഒരു മന്വന്തരം ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് പറഞ്ഞില്ലേ? അപ്പോ 28 ഇന്ദ്രന്മാരുടെ കാലമാണ് ബ്രഹ്മാവിന്റെ ഒരു ദിവസം. അങ്ങനെ 108 എത്ര വർഷങ്ങൾ എണ്ണി തീർക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ പ്രളയമുണ്ടായി ഭൂമി അപ്രത്യക്ഷമാകും. വിശ്വവും ദേവന്മാരും ചിതാത്മാവിൽ ലയിക്കും. ഇതിനെയാണ് പ്രാകൃത പ്രളയം എന്ന് പറയുന്നത്. അപ്പോൾ ദേവിക്കൊരു നിമിഷമേ ആകുന്നുള്ളൂ കേട്ടോ. ബ്രഹ്മാവിനേക്കാളും കേമാണ് ദേവിയുടെ കാര്യങ്ങൾ ഇങ്ങനെയുള്ളത്. പ്രകാരം ബ്രഹ്മാണ്ടം മുഴുവൻ നശിക്കുന്നു. നാരദ, നിമിഷത്തിനുള്ളിൽ സൃഷ്ടി നടക്കുന്നു. ഇപ്രകാരം വരികയും പോവുകയും ചെയ്യുന്ന കൽപ്പങ്ങളെ പറ്റി ആർക്കറിയുവാൻ സാധിക്കും? ഓരോ ബ്രഹ്മാണ്ടം ഉണ്ടാവുമ്പോഴും ബ്രഹ്മദേവന് മാറുന്നു. സർവ ബ്രഹ്മാണ്ടങ്ങൾക്കും ഈശ്വരൻ സച്ചിദാനന്ദ സ്വരൂപനായ വിരാട്ടാണ്. പരമാത്മാവും മൂലപ്രകൃതി ഒന്ന് തന്നെയാണ്. രണ്ടും ഭേദമില്ല. ആ മൂലപ്രകൃതിയുടെ സാന്നിധ്യത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അർദ്ധനാരീശ്വര ഭാവത്തിൽ ജനിച്ചു. ആ കൃഷ്ണൻ തന്നെ ദ്വിഭുജനായും ചതുർഭുജനായും മാറി. 2 കൈയുള്ള ആളായിട്ടും 4 കൈയുള്ള ആളായിട്ടും. ചതുർഭുജൻ വൈകുണ്ഠത്തിലും ദ്വിഭുജൻ ഗോലോകത്തും. ഗോലോകത്തിലെ ഭഗവാൻ മഹാവിഷ്ണു അല്ല, ശ്രീകൃഷ്ണ ഭഗവാൻ ആണ്. ഇപ്പൊ 2 കൈയേ ഉണ്ടാവുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ബ്രഹ്മാവ് മുതൽ എല്ലാവരും മൂലപ്രകൃതിയിൽ നിന്നും ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ നശ്വരങ്ങളുമാണ്. പ്രകാരം സൃഷ്ടിക്ക് കാരണഭൂതമായ ബ്രഹ്മം നിത്യമാണ്, സനാതനമാണ്. ബ്രഹ്മം പ്രകൃതിക്ക് അതീതനാണ്. പരമാത്മജ്ഞാനം ഉള്ളത് കൊണ്ടാണ് ശിവഭഗവാൻ മൃത്യുഞ്ജയനും സംഹർത്താവായി ഭവിച്ചത്. ഭഗവാൻ വിഷ്ണു സർവേശ്വരനും ശ്രീയോടുകൂടിയിരിക്കുന്നതും ആ പരമാത്മാവിലുള്ള ഭക്തി കൊണ്ടും അദ്ദേഹത്തെ സേവിച്ചത് കൊണ്ടുമാണ്. പരമാത്മജ്ഞാനം ഉണ്ടായത് കൊണ്ടാണ് പത്മസംഭവനെ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞത്. ശ്രീദേവി മൂലപ്രകൃതിയും ഈശ്വരിയുമായി ഇരിക്കുന്നത് ആ പരമാത്മാവിനെ ഭജിച്ചത് കൊണ്ട് മാത്രമാണെന്ന് പറയുന്നു. ദേവമാതാവായ സാവിത്രി വേദങ്ങളുടെ അധിഷ്ഠാന ദേവതയായി തീർന്നത് ആ പരമാത്മാവിനെ മനസ്സിലാക്കുകയും സേവിക്കുകയും ചെയ്തത് കൊണ്ടാണ്. സർവസമ്പൽപ്രദായിനിയായ ലക്ഷ്മി ദേവി ആ പരമാത്മാവിനെ ഭജിച്ചത് കൊണ്ടാണ് സർവരാലും വന്ദിക്കപ്പെടുന്നവളായത്. സർവരുടെയും ദുഃഖത്തെ നശിപ്പിക്കുന്ന ദുർഗാദേവി ആ പരമാത്മാവിനെ തപസ് ചെയ്തത് കൊണ്ടാണ് സർവരാലും സ്തുതിക്കപ്പെട്ടവളായത്. ഭഗവാന്റെ വാമാർദ്ധയായി ഉണ്ടായ രാധികാദേവി ഭഗവാന്റെ ഹൃദയേശ്വരിയായത് ആ പരമാത്മ സ്വരൂപത്തെ ഭജിച്ചത് കൊണ്ടാണ്. ആ ദേവി പണ്ട് ശതശൃംഗ പർവ്വതത്തിൽ ഭർത്തൃലാഭത്തിനായി 1000 വർഷം 1000 വർഷം തപസ് ചെയ്തു. ആ ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രമായപ്പോൾ രാധയെ ഭഗവാൻ കാണുകയും ചെയ്തു. മാറോട് ചേർത്ത് വക്ഷത്തിൽ സ്ഥാനം കൊടുക്കുകയും ചെയ്തു. ആ ദേവിയെ ഭഗവാൻ എന്നും വന്ദിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നു. ആ ദേവിയാണ് ഗോലോകത്ത് ഭഗവാന്റെ കൂടെ ഉള്ളത്. ഇപ്പൊ ഭഗവാൻ പറയുന്നു, നീ എന്റെ പത്നിമാർ ശ്രേഷ്ഠയാണ് കേട്ടോ. നീ എന്റെ ഭക്തിയായി എപ്പോഴും കൂടെ വസിക്കുക. രാധികാദേവിയെ ഭഗവാൻ സപത്നീരഹിതയാക്കി പ്രാണപ്രേയസിയായി തന്നോട് ചേർത്തു. മറ്റു ദേവിമാരൊക്കെ ശക്തിയെ തപസ് ചെയ്ത് പൂജനീയരായി.
മേരുവിൽ 1000 വർഷം ജഗദമ്പയെ തപസ് ചെയ്ത് ദുർഗാദേവി എല്ലാവരാലും പൂജിക്കപ്പെട്ടവളായി. സരസ്വതീ ദേവി ഗന്ധമാദന പർവ്വതത്തിൽ ലക്ഷംവത്സരം തപസ് ചെയ്ത് സർവരാലും വന്ദിക്കപ്പെട്ടവളായി. ലക്ഷ്മി ദേവി 100 ദിവ്യയുഗം പുഷ്കരത്തിൽ വെച്ച് ദേവിയെ സേവിച്ച് സർവ സമ്പത്പ്രദാത്രിയായി. സാവിത്രി ദേവിയും 60,000 വർഷം മലയപർവ്വതത്തിൽ തപസ് ചെയ്ത് സംപൂജ്യ. മഹാദേവൻ 10 മന്വന്തരം ദേവീ മന്ത്രത്തെ ജപിച്ച് തപസ് ചെയ്തു. ബ്രഹ്മാവും 100 മന്വന്തരം ശക്തിയെ ഉപാസിച്ചു. അതേപോലെ വിഷ്ണുവും 100 മന്വന്തരം ദേവിയെ ധ്യാനിച്ച് ലോകരക്ഷകനായി. കൃഷ്ണനും 10 മന്വന്തരം ദേവിയെ ഉപാസിച്ച് ഭൂലോകത്തിൽ സന്തോഷത്തോടെ വാഴുന്നു. 10 മന്വന്തരം ധർമ്മനും ദേവിയെ ഭക്തിയോടെ ഉപാസിച്ച് സർവരാലും പൂജ്യനായി. ഇപ്രകാരം ദേവീദേവന്മാരും മനുക്കളും ദേവിയെ ഭക്തിയോടെ ഉപാസിച്ചതുകൊണ്ട് എല്ലാവരാലും വന്ദിക്കപ്പെട്ടവരായി. നാരദ, ഞാൻ എൻ്റെ ഗുരുനാഥൻ അരുളിച്ചെയ്തു തന്ന മാതിരി സർവപുരാണങ്ങളും വേദത്തിൽ പറഞ്ഞ മാതിരി പറഞ്ഞു തന്നു കേട്ടോ. അങ്ങനെ ഗംഗ അവരുടെ ഉൽപ്പത്തി എന്നുള്ള ഭാഗം 8-ാം അധ്യായം ഭഗവത്പാദങ്ങൾ സമർപ്പിച്ചു. ഇനി നമുക്ക് സമർപ്പണം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാ. ഗോ ബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു.